എല്ലാവർക്കും നമസ്കാരം. അപ്പം ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇല്ലാതെ ഒരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ ഇതിൽ ഒരുപാട് മുട്ടയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അതുപോലെ വെറും 2 സ്പൂൺ എണ്ണയാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഈ കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് ഓവനില്ലാതെയും ഓവനിലും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ ഇത് ബീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബീറ്ററൊന്നും വേണ്ട. കയ്യിലൊരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു തടിത്തവിയോ മതിയാകും. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ കേക്ക് തയ്യാറാക്കി എടുക്കാൻ. ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നമ്മൾ ഇതിനു മുൻപ് ഒരുപാട് ടൈപ്പിലുള്ള പ്ലം കേക്കുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ സോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതുവരെ ഇടാത്ത രീതിയിലുള്ള പ്ലം കേക്കുകളായിരിക്കും ഇനി നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്താണ് ഇത്. അപ്പോൾ അധികം താമസിയാതെ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പ്ലം കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള കാരമൽ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അതായത് പഞ്ചസാര ഒന്ന് കരിച്ചിട്ട് നമ്മളൊരു വെള്ളം തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അടികട്ടിയുള്ള പാത്രത്തിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പഞ്ചസാര ഇതുപോലെ ഉരുകിയൊരു ബ്രൗൺ നിറം ആയി വരും. മുഴുവൻ പഞ്ചസാരയും ഇതുപോലെ ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ മുഖമൊന്നും അതിൻ്റെ അടുത്ത് പോയി കാണിക്കരുത്. ദൂരെ നിന്നിട്ട് ഒഴിക്കുക. അപ്പം ഇത് ഒഴിക്കുമ്പോൾ കുറച്ച് കട്ട കിട്ടും പഞ്ചസാര. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഉരുകി വന്നോളും. അപ്പോൾ ഒഴിക്കുന്ന പാടെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ആ കട്ടകളൊക്കെ ഒന്ന് അലിയിച്ചെടുക്കുക. അതിനുശേഷം ഈ സിറപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലം കേക്കിന് ആ ഒരു കളർ കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ പഞ്ചസാര കരിച്ചെടുക്കുന്ന ഈ ഒരു വെള്ളം. അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലൊരു കളറിൽ വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. പൊടി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വെറും 1/2 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പൊടി ഏത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ മൈദയോ എടുക്കാവുന്നതാണ്. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പ്ലം കേക്കിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് വേണം. സ്പൈസസ് എന്ന് പറയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ജാതിപത്രിയുടെ പകുതി, ഇത്രയും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പൊടിയാൻ പാടാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് പൊടിക്കുക. ഇതിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് റെഡിമെയ്ഡ് ആയിട്ടുള്ള പൊടിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ പൊടി ഉണ്ടാകും ഈ സ്പൈസ് മാത്രമായിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുക ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞ അളവ് കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇന്നിവിടെ പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് കഴിഞ്ഞ വർഷം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് എങ്ങനെയാണ് സോക്ക് ചെയ്യുന്നുള്ളത് നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ 1 വർഷമൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് കേക്ക് തയ്യാറാക്കുകയെന്നുണ്ടെങ്കിൽ. ഇത് നമ്മൾ 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് കേക്കിലേക്ക് ഇടുമ്പോൾ അടിയിൽ താന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കുപ്പി. അതിൽ കുറച്ച് വൈൻ താഴെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഈ വൈൻ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് കേക്കിലേക്ക്. അതുപോലെ നമ്മളൊരു കേക്ക് ടിന്നും തടവി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 3 മുട്ടയുടെ വെള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് വിസ്ക് യൂസ് ചെയ്യാം, തടിത്തവി യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രധാന സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്നതിലാണ്. അപ്പോൾ ഇതുപോലൊരു വിസ്ക് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 8 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് ബീറ്റായി കിട്ടും. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കറക്റ്റ് 8 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒന്ന് ബീറ്റ് ചെയ്യുക. ആദ്യം ഹൈ സ്പീഡിലാണ് നമ്മൾ ബീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബീറ്റ് ചെയ്തിട്ട് ഇതൊരു കളർ ചേഞ്ച് ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറേശ്ശെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടിച്ച പഞ്ചസാരയല്ല, പൊടിക്കാത്ത പഞ്ചസാര തന്നെ എടുക്കണം. അപ്പോഴാണ് ഈ എഗ് വൈറ്റ് നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടുക. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഹൈ സ്പീഡിലാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് പോലും വേണ്ട നമ്മൾ ഹാൻഡ് മിക്സർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കട്ടിയിലാണ് ഈ എഗ് വൈറ്റ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പാണിത്. അപ്പോൾ അത് ഏകദേശം ഒരു 100 മില്ലി ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി കുറച്ച് ചേരുവകളോട് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്.
ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് എടുക്കുമ്പോഴാണ് കേക്കിന് നല്ല ഫ്ലേവർ വരിക. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഓറഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ ഉണങ്ങിയ ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ച് ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നമ്മൾ കേക്ക് ബട്ടറിലല്ല ചെയ്യുന്നത്. ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉരുക്കിയിട്ട് 2 ടേബിൾ സ്പൂണും എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തിൽ നിന്നും 3 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത എഗ് വൈറ്റിൻ്റെ 3 ഉണ്ണികൾ മറ്റൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്യാം. നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് അതേ ബ്ലേഡിൽ തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പിൻ്റെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇത് ബീറ്റ് ചെയ്യാനായിട്ട് ബീറ്ററൊന്നും വേണ്ട, നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റിലേക്ക് നമ്മൾ ആ എഗ് യോക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പൊടി ഉണ്ടല്ലോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ല, അതും കൂടി രണ്ടും ഇടവിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മുട്ടയുടെ മഞ്ഞ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇട്ടങ്ങ് ഇളക്കി അതിൻ്റെ ഫ്ലഫ്നെസ് കളയരുത്, ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. പൊടി എല്ലാം കൂടി ഇടരുത്, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. അപ്പം പൊടി മൊത്തം നമ്മളിപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ബാക്കിയുള്ള എഗ് യോക്കും കൂടി ഇട്ടിട്ട് നന്നായിട്ടെല്ലാം ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം. ഇതേ സമയം നമ്മൾ ഓവൻ ആണെങ്കിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിവിടെ 170 ഡിഗ്രിയിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് പൊടിയിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് ഇട്ട് ഇളക്കരുത്, ആ ഡ്രൈ ഫ്രൂട്ട്സ് ഏറ്റവും താഴെ ആയിപ്പോവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 6x6 സ്ക്വയറിൻ്റെ അലൂമിനിയം ടിന്നിലേക്ക് ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതേ ടെമ്പറേച്ചറിൽ തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾ കുക്കറിലാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ കുക്കർ മീഡിയം ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. കുക്കറിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും ഞാൻ ചെയ്തിട്ടുണ്ട്. അതും ഈ വീഡിയോയുടെ ഉള്ളിൽ കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 170 ഡിഗ്രിയിൽ നമ്മൾ 1 മണിക്കൂറാണ് ഇത് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. ഇതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് ബദാമിൻ്റെ ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാമോ അണ്ടിപ്പരിപ്പോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ 1 മണിക്കൂർ 170 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഈ കേക്ക് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. 1 മാസം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും. കൂടുതൽ നാൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ആൽക്കഹോൾ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ ഇത് ഒത്തിരി നാളങ്ങ് ഇരിക്കില്ല, നമ്മൾ അതിന് മുന്നേ കഴിച്ച് തീർക്കും. എന്നാലും ഇത് പ്രിസർവ് ചെയ്യാൻ പറ്റിയൊരു കേക്കാണ്. ക്രിസ്മസിന് നേരത്തെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ ഈ കേക്ക് തൂക്കി നോക്കിയപ്പോൾ 595, അതായത് 595 ഗ്രാമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ബേക്കിംഗ് പൗഡറും സോഡയൊന്നും ചേർക്കാത്ത ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ നിങ്ങൾ കൂടുതലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന റെസിപ്പീസ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്